ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൌറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയാകും. കർഷകരില്ലാതെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാധ്യമാകില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ കോട്ടയം IIITയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മഹാരാഷ്ട്രയിലെത്തും. ഛത്രപതി സംഭാജി നഗറിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ മറാത്ത്വാഡ സർവകലാശാലയുടെ 65ാമത് ബിരുദദാന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സരസ്വതി ഭുവൻ കോളേജിൽ ഭരണഘടനാ അവബോധ വർഷവും അമൃത് മഹോത്സവവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉപരാഷ്ട്രപതി എല്ലോറയിലെ ഗ്രീഷ്ണേശ്വർ ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും എല്ലോറ ഗുഹകൾ സന്ദർശിക്കുകയും ചെയ്യും. ലോകം നേരിടുന്ന വെല്ലുവിളികൾക്ക് സുസ്ഥിര വികസനം മാത്രമാണ് പരിഹാരമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ നടന്ന 21ാമത് ആഫ്രിക്കൻ ഏഷ്യൻ റൂറൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കോൺഫറൻസിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സുസ്ഥിര വികസനം ഗ്രാമീണ മേഖലയുടെ സഹായത്തോടെയാണ് സാധ്യമാകുക എന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. What is the good soothing impact of rural development, of empowerment of the rural people? And therefore, I take this convergence as a significant milestone. This brainstorming of next 2-3 days will be a game changer, because world stability is to be defined by growth of the rural sector, growth of the farm sector, growth of the cooperative sector. അടുത്ത മാസം നടക്കുന്ന മൌറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയാകുമെന്ന് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാംഗൂലം. സുശക്തമായ ഇന്ത്യ മൌറീഷ്യസ് ബന്ധത്തിന്റെ തെളിവാണ് ഈ തീരുമാനമെന്നും ശ്രീ നരേന്ദ്രമോദിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കുന്ന പശ്ചിമ മേഖലാ കൌൺസിലിന്റെ 27ാമത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിച്ചു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളും ദാദ്ര, നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് പശ്ചിമ മേഖലാ കൌൺസിൽ. അടിസ്ഥാന സൌകര്യം, ഖനനം, പരിസ്ഥിതി, വനം, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, പ്രാദേശിക തലത്തിൽ പൊതു താൽപര്യമുള്ള വിഷയങ്ങൾ എന്നിവ കൌൺസിൽ ചർച്ച ചെയ്യും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കർഷകരില്ലാതെ സാധ്യമാകില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉൽപാദന മേഖലയിൽ ലോകത്ത് ഒന്നാമതെത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു. കാർഷിക ഗവേഷണ കൌൺസിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പൂസ കൃഷി വിജ്ഞാനമേള 2025 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. कृषि भारतीय अर्थव्यवस्था की रीढ़ है, प्राण है और खेती की आत्मा किसान है. और मैं कृषि मंत्री ना अतिथि ना मुख्य अतिथि, मैं तो आपका सेवक हूं. किसान की सेवा मेरे लिए भगवान की पूजा है. और इसी भाव से प्रधानमंत्री श्रीमान नरेंद्र मोदी जी का संकल्प पूरा करने के लिए लगातार कृषि के क्षेत्र में हम लोग काम कर रहे हैं. हम 6 तरह की चीजें करने का प्रयास कर रहे हैं किसान भाई. രാജ്യത്തെ മുൻനിര കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കർഷക ഉൽപാദന സംഘടനകൾ, സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കും. ദീർഘകാല ആവശ്യകതകൾ ഉന്നയിച്ച് ചണ്ഡീഗഡിൽ പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാനും പ്രഹ്ലാദ് ജോഷിയും നേതൃത്വം നൽകും. ഈ മാസം 14-ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമായ ധർമ്മഗാർഡിന്റെ 6ാം പതിപ്പ് നാളെ മുതൽ മാർച്ച് 9 വരെ ജപ്പാനിൽ നടക്കും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ ഇരു സേനകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം. സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി 120 അംഗ സംഘം ജപ്പാനിലേക്ക് ഇന്ന് യാത്ര തിരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയം IIITയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വൈകുന്നേരം 4:30 ചടങ്ങ് ആരംഭിക്കുക. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ ഊർജ്ജം നൽകുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ സമാപനം. 26 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3000-ഓളം സംരംഭകരാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. മൻ കി ബാത്തിന്റെ 119-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ജപ്പാൻ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക നിക്ഷേപ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2000-നും 2024-നും ഇടയിൽ ജപ്പാനിൽ നിന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപം $4,300 കോടി ശ്രീ ഗോയൽ പറഞ്ഞു. Direct investment from Japan to India between 2000 and 2024 is over $43 billion. We entered into a comprehensive economic partnership agreement in 2011 and today we have 1,400 Japanese companies working out of India. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ആഗോളതലത്തിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 101ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കുന്നത് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് സഹായകമാകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലാണ് മത്സരം. വൈകുന്നേരം 5-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അയർലൻഡിനെ നേരിടും. ഭുവനേശ്വരിലെ കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ ഇതേ ടീമുമായി നടന്ന മത്സരത്തിൽ ഇന്ത്യ 3-1-ന് വിജയിച്ചിരുന്നു. വനിതാ വിഭാഗം മത്സരത്തിൽ ഇന്ത്യ ജർമ്മനിയോട് പരാജയപ്പെട്ടു. ഇന്ന് വൈകുന്നേരം 5:15-ന് ഇരു ടീമുകളും വീണ്ടും മത്സരിക്കും. ജമ്മുകാശ്മീരിൽ 2021 ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാർ തുടരാൻ തീരുമാനിച്ച ഇന്ത്യ പാകിസ്ഥാൻ കരസേനകൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ അടുത്തിടെയുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും ബ്രിഗേഡ് കമാൻഡർമാർ പൂഞ്ച് ജില്ലയിൽ ഫ്ളാഗ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. കരാർ തുടരുന്നതിനൊപ്പം ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആവശ്യകത ഇരു കൂട്ടരും ആവർത്തിച്ചു. ഡൽഹി നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. 3 ദിവസമാണ് സഭ ചേരുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പും സഭയിൽ ആദ്യ അജണ്ടയായി CAG റിപ്പോർട്ടും അവതരിപ്പിക്കും. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് സിറ്റി ബാങ്കിന് 39 ലക്ഷം രൂപ പിഴ ചുമത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിന് ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്, JM ഫിനാൻഷ്യൽ ഹോം ലോൺസ് ലിമിറ്റഡ് എന്നിവയ്ക്കും പിഴ ചുമത്തിയിട്ടുണ്ട്. ചട്ടങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടിയെന്നും സ്ഥാപനങ്ങളും ഉപഭോക്താക്കളും തമ്മിലുള്ള ഇടപാടിന്റെ സാധുതയെ ബാധിക്കില്ലെന്നും RBI വ്യക്തമാക്കി. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ ഇതുവരെ 59 ലക്ഷത്തിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി. 1,28,00,000-ഓളം പേർ ഇന്നലെ പുണ്യസ്നാനം നടത്തി. കേന്ദ്രമന്ത്രി JP നഡ്ഡ ഇന്ന് സ്നാനം നടത്തും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ അനുഗമിക്കും. ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സിലെ പ്രചാരണ പരസ്യചിത്ര മത്സരത്തിന് എൻട്രികൾ ക്ഷണിച്ചു. വരൂ ഞങ്ങൾക്കൊപ്പം നീങ്ങാം എന്ന പ്രമേയത്തിലാണ് മത്സരം. മികച്ച 5 സൃഷ്ടികൾക്ക് സമ്മാനത്തുകയും അവയുടെ നിർമ്മാതാക്കൾക്ക് വേവ്സ് 2025 പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ചെലവുകളും സൌജന്യ യാത്രയും ലഭിക്കും. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുന്ന ഇസ്രയേലി ബന്ദികളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടു. ഇന്ന് മോചിപ്പിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഗാസയുടെ പുനർവികസനം എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ സംബന്ധിച്ച 6 അറബ് രാജ്യങ്ങളിലെ നേതാക്കളുടെ യോഗം ഇന്നലെ റിയാദിൽ ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മൌറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയാകും. കർഷകരില്ലാതെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാധ്യമാകില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരളത്തിൽ കോട്ടയം IIITയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.